അപ്പോൾ ഒരുപാട് പേര് ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ അത്രയും പ്രൊഫഷൻ വൈസ് ആണ് ഈ ഒരു ഇതിലിട്ട് ഇറങ്ങുന്നത്. പക്ഷേ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മളുടെ ബിസിനസ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻസ് കൊണ്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു ചെറിയ ജേർണിയിൽ തന്നെ മോർ ദാൻ 8,000 പീസ് വിറ്റിട്ട് അത്രയും സക്സസ് ആയിട്ട് നിൽക്കുന്ന കുർത്തി സ്റ്റോറീസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീദേവിയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു. അതായത് പാഷൻ വൈസ് ആണെങ്കിലും പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ അതിനിടയിൽ കിട്ടിയ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത്. ടീച്ചിങ്ങും ബിസിനസ്സും തമ്മിൽ സത്യം പറഞ്ഞാൽ വലിയ ബന്ധമില്ല, രണ്ടും രണ്ടിടത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് എടുത്ത് കാലിൽ വെക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അത്യാവശ്യം നല്ല ടെൻഷനാണ്. പക്ഷേ നമ്മളിപ്പോൾ പേജിൽ കയറി നോക്കുമ്പം സാരീസിൻ്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ നമ്മുടെ പേജിൻ്റെ പേര് കുർത്ത സ്റ്റോറീസ്. അതെന്തായിരുന്നു കുർത്തയിൽ നിന്ന് സാരിയിലേക്ക് ഡൈവേർട്ട് ആയത്? അത് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഹറിബറി സിറ്റുവേഷനിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തൊരു പേജാണ്. അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി വെയർ യൂസ് ചെയ്യുന്നത് കുർത്തീസ് ആണെന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പേജിലെ ഫസ്റ്റ് പ്രോഡക്റ്റും കുർത്തീസ് തന്നെയായിരുന്നു. പിന്നെ അത് കുർത്തീസിൽ നിന്ന് നമ്മൾ ഫാബ്രിക്സിലോട്ട് പോയി. നമ്മൾ സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സാരീസിലോട്ട് മാത്രമായി നമ്മുടെ ഫോക്കസ് വരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് വരുന്നതും എൻക്വയറി വരുന്നതും ഒക്കെ നമുക്ക് സാരീസിന് തന്നെയാണ്.